ഷാംപൂ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഹെയർ ഡാമേജിന് റീസൺ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ടവലാണ്. നിങ്ങൾ ഇതുപോലത്തെ ഒരു മൈക്രോ ഫൈബർ ടവലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. ഇതിന് പകരം നമുക്ക് ഒരു കോട്ടൺ ടീഷർട്ട്സും യൂസ് ചെയ്യാം. ഇതുപോലെ റബ്ബ് ചെയ്യരുത്. ഹാർഷായിട്ട് റബ്ബ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഡാമേജ് ആക്കാൻ ആയിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ജെന്റിൽ സ്ക്വീസ് മാത്രം കൊടുക്കുക. ടവൽ വെച്ച് ഇതുപോലെ തോർത്തിയെടുക്കുക. ജസ്റ്റ് സ്ക്യൂസ് ചെയ്യുക ജെന്റിലായിട്ട്. സോ നമ്മുടെ ഹെയർ ബ്രേക്കേജ് ആകുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് പറ്റും. ഹെയർ ഫാൾ കുറയ്ക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഹാർഷ് റബ്ബ് നോ. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പാണ്. ഇതുപോലെ പല്ലകളെല്ലാം നല്ലൊരു വൈറ്റ് ടൂത്ത് ചീപ്പ് എടുക്കുക. അതാണ് നമ്മുടെ ഹെയർ ബ്രേക്കേജ് തടയുന്നതിന് നല്ലത്. സോ നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഷാമ്പൂ ഒക്കെ ചെയ്തു വന്നിട്ട് നമുക്ക് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഒന്നെങ്കിൽ കൈ കൊണ്ട് കോംബ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല്ലകളുള്ള ചീപ്പ് വെച്ചിട്ട് ലൂസായിട്ട് കോംബ് ചെയ്യുക. ലൂസ് ഹെയർ സ്റ്റൈൽ മാത്രം ചെയ്യുക. നനഞ്ഞ മുടിയിൽ ടൈറ്റൻ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ്, അതായത് പോണി ടീൽസ് കാര്യങ്ങളൊക്കെ കെട്ടുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലൂസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ്, ലൂസ് ആയിട്ടുള്ള ബണ്ണോ അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ബ്രെയ്ഡോ ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ ഫോളോ ചെയ്യാം. സോ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹെയർ കോംബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നനഞ്ഞ മുടിയിൽ മാത്രം നന്നായിട്ട് കോംബ് ചെയ്യുക. അത് നമ്മുടെ സ്കാൽപ് സ്റ്റിമുലേഷനും അതുപോലെ ഹെയർ റൂട്ടിലും എൻഡിലും വരെയൊക്കെ ഒന്ന് കോംബ് ചെയ്ത് ബ്രഷ് ചെയ്ത് നിർത്തുമ്പോൾ ഹെയർ ഗ്രോത്തിനും സഹായിക്കും. അതായത് നമ്മുടെ നാച്ചുറൽ ഓയിൽസ് ഒക്കെ ഹെയറിന്റെ എൻഡിലും റൂട്ടിലും ഒക്കെ തന്നെയായിട്ട് സഹായിക്കും. ഇന്നത്തെ എൻ്റെ ഒരു ഹെയർ ഫോൾ ഇത്രത്തോളം ഉണ്ട് ഗൈസ്. നമുക്ക് ഹെയർ ഫോൾ അത്യാവശ്യം നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴ്ന്ന കമന്റ് ഒക്കെ. ടുഡേസ് ഡേ 3 ഈവനിങ് ആൻഡ് ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. അതായത് നമ്മുടെ ഈ ഒരു ഹെയർ കൺസിസ്റ്റൻസി ചലഞ്ചിൽ ഞാൻ ഇങ്ങനെ ഒരു ലൂസ് ബ്രെയ്ഡ് ഹെയർ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബണ്ണാണ് സേഫ് എങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്യാം. സോ സീ യു ഓൺ ഡേ 4. ബൈ.